ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ പാമ്പ് കടിച്ചെടുത്ത് തന്നെ ഒരൽ വീണു എന്ന് കേട്ടാൽ എന്തു ചെയ്യും? നമ്മളെല്ലാവരും കൈകൾ ഉയർത്തി അയ്യോ എന്ന് പറയും. സത്യത്തിൽ ഏതാണ്ട് ആ ഒരവസ്ഥയിലാണ് സാക്ഷാൽ നമ്മുടെ ശ്രീലേഖ ചേച്ചി IPS മാഡം. കഷ്ടകാലം വിടാതെ ഇങ്ങനെ പിന്തുടരുകയാണ് IPS മാഡത്തെ. ഓരോ കഷ്ടകാലം വരുമ്പോഴും അതിന് ബദലായി ഒരു കഥയൊക്കെ പറഞ്ഞ് മാപ്രകളെ 4 ചീത്തയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ദേ പുതിയ രൂപത്തിൽ അടുത്ത സാധനം കാലേ വീണു. അത് അസാധു ആണ്. കഥ 1 പോടാ പുല്ലേ എന്നതാണ് ആദ്യത്തെ അധ്യായമെങ്കിൽ രണ്ടാമത്തെ അധ്യായം മപ്രകൾ മനോഹരമായിരുന്നെങ്കിൽ ഇപ്പോൾ 3-ാമത്തെ അധ്യായം അറിയാത്ത അസാധു എന്ന 3-ാമത്തെ പാഠത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സംഗതി ബോധപൂർവമാണ് ഇത് ചെയ്തത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളിൽ ചിലർക്കൊക്കെ ആ അഭിപ്രായം ഉണ്ടാവാം. ആ അഭിപ്രായത്തിൻ്റെ ഒരു ഉപോത്ബലകമായ വാദമായി ഈ കിട്ടാത്ത ഒരു നിരാശ ബാധിച്ചിരിക്കുന്ന മാനസികാവസ്ഥയിലുണ്ടായ ബോധപൂർവമായ ശ്രമമാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും ഞാൻ അങ്ങനെ അങ്ങ് വിചാരിക്കുന്നില്ല. കാരണം ഈ നട്ടലുള്ളവൻ നാറിയാൽ പരമനാറിയാണെന്ന സിനിമാ ഡയലോഗ് ഉണ്ടെങ്കിലും അത്രമേൽ നാറ്റം ഒരാൾ അറിഞ്ഞുകൊണ്ട് ആപാദ ചൂടം ആവാഹിക്കുമോ എന്നതാണ് എൻ്റെ മറുചോദ്യം. ഏതായാലും സംഗതി ആശാൻ പെട്ടു എന്നൊക്കെ പറയുന്നത് പോലെ ഏതായാലും അങ്ങനെ പെട്ടിരിക്കുന്നൊരവസ്ഥയിലാണ്. ഈ പെടാപ്പാടെല്ലാം പെടുമ്പോഴും സംഗതി നമ്മുടെ പ്രശാന്ത് സാറിൻ്റെ ബോർഡിൻ്റെ മുകളിൽ ബോർഡ് കൊണ്ടുവച്ച് പുള്ളിയെ മറ്റൊരു സ്ഥലത്തേക്കൊക്കെ പറഞ്ഞു വിടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. അവിടെ ജയിച്ചു നിൽക്കുമ്പോഴാണ് ഈ പെടൽ വന്ന് പെട്ടിരിക്കുന്നത്. ഇത് സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമേ ഉള്ളൂ ഇതിന് മറുപടി. വയ്യാത്ത പണിക്ക് പോകണമായിരുന്നോ കൊച്ചൂടാ എന്നത്. ഇത് ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്നറിയാം? എനിക്ക് അടുപ്പമുള്ള ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, ഒരു ജ്യേഷ്ഠ സഹോദരൻ, അദ്ദേഹത്തിനോട് ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു വിവരം ഞാൻ സ്നേഹപൂർവ്വം വിളിച്ച് അന്വേഷിക്കാനും ഒരു കുശലാന്വേഷണത്തിനും വേണ്ടി വിളിച്ചതാണ്. മനുഷ്യരോട് സംസാരിക്കുമ്പോഴാണല്ലോ നമ്മൾ മനുഷ്യൻ്റെ ഭാവങ്ങളും അല്ലെങ്കിൽ അനുഭവങ്ങളും ഒക്കെ അറിയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ പേരുകൾ സ്ഥാനാർത്ഥിയായി ചില സ്ഥലങ്ങളിൽ കേരളത്തിൽ ഉയർന്നു കേൾക്കുന്നു എന്ന് മാത്രമല്ല, ജയിച്ചാൽ ഉറപ്പായ മന്ത്രിയായും കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യവും ചുറ്റുപാടുകളും ഒക്കെ ഉണ്ടതാണ്. ഒരുമാതിരിപ്പെട്ടവരൊക്കെ കണ്ടാൽ അതിൽ ചാടി വീഴേണ്ടതാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഈ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ പുള്ളി എല്ലാ കഥയും കേട്ടിട്ട് അനുജ അനിലേ എന്ന് പറഞ്ഞ് പുള്ളി മറുപടി തുടങ്ങി. ആ മറുപടിയിൽ പുള്ളി പറഞ്ഞ കാര്യം എൻ്റെ മാത്രമല്ല, ഇതുപോലെ ചാടി പിടിക്കാൻ നിൽക്കുന്നവരുടെ ഒരുപാട് ആളുകളുടെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. പുള്ളി പറഞ്ഞു 10-60 വയസ്സ് വരെ ജീവിതം ഇങ്ങനെയൊക്കെ തള്ളിക്കൊണ്ടുപോയി. നേരം വെളുക്കുമ്പോൾ മുതൽ ഇങ്ങനെ ഓരോ പണികളും മറ്റേതും മറിച്ചതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓടി ചുറ്റിത്തിരിഞ്ഞ് കറങ്ങി നടന്ന് അവിടെയും ഇവിടെയും ഒക്കെ നടന്ന് ജോലി ചെയ്തു, സല്യൂട്ടടിച്ചു. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ധീരമായി നിലപാടെടുത്ത് അങ്ങനെ നിന്നു. അതിൻ്റെ പേരിൽ ട്രോളി, ആക്ഷേപിക്കപ്പെട്ടു, മറ്റു പല സംഭവങ്ങളും ഒക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഒന്ന് പുറത്തിറങ്ങി സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം അറിയുന്നത്. എന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ സവിശേഷമായ ചില ഇഷ്ടങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ചില രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ച് അവിടുത്തെ പ്രകൃതിയിലൊക്കെ ലയിച്ചിരുന്നപ്പോൾ ഞാൻ ഓർത്തത് കിട്ടിയ നേട്ടങ്ങളെക്കാൾ കൂടുതൽ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെക്കുറിച്ചാണ്. ആ നഷ്ടപ്പെട്ടു പോയ ജീവിതം ഇനി മക്കളോടൊപ്പം, ചെറുമക്കളോടൊപ്പം യാത്രകളിലൂടെ, ചിന്തകളിലൂടെ, പിന്നെ അത് മാത്രവുമല്ല, ഞാൻ ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇരുന്നപ്പോൾ ചില നിർധനരായ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കാനും ഒക്കെ വേണ്ടി ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെലവഴിച്ചിരുന്നു. അതൊക്കെ തുടരേണ്ടതുണ്ട്. അവരൊക്കെ പല സ്ഥലങ്ങളിലാണ്. അതിനെനിക്ക് അത്യാവശ്യം ചില ഇൻകം ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ അനിൽ പറഞ്ഞ ആ സംഗതിയെ ഞാൻ ശരിവെച്ച് അംഗീകരിച്ചാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത്, ഞാൻ പിന്നെ അതിൽ കാല് വെക്കുന്നു എന്നറിയുന്നതോടുകൂടി പിന്നെ ഒരുപാട് പേരോടൊപ്പം കിടന്ന് ഞാൻ പടവട്ടണം. പിന്നെ എന്നെ വാരാൻ നിൽക്കുന്നവരോട് ഞാൻ സന്ധി ചെയ്യണം. അങ്ങനെ വാരുന്നു എന്ന കഥ വരുമ്പോൾ അവിടെ പോയി അവരോട് സെറ്റാക്കണം. ഇതിനു വേണ്ടി എല്ലാം കഴിഞ്ഞ് വിജയിച്ച് കഴിയുമ്പോഴോ, നേരം വെളുത്ത് കഴിയുമ്പോൾ കുറേ പാവങ്ങളായ ആളുകൾ നമ്മുടെ അടുത്ത് കാര്യസാധനത്തിനായി വരും. നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് വിളിക്കുമ്പോൾ അനിലും സർക്കാരിൽ ജോലി ചെയ്തതാണല്ലോ, എന്താണ് നമ്മുടെ സർവീസ് സെഗ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി, ഉത്തരവാദിത്വം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു ചെറിയ കാര്യം പോലും ഒരാളിനെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ എന്തെല്ലാം ഇടപെടലുകൾ അതിനകത്ത് നടത്തണമെന്നറിയാമല്ലോ. അപ്പോൾ ഈ പാവങ്ങൾ വന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ എന്നെപ്പോലുള്ള ആളുകളുടെക്കാണല്ലോ ഞാൻ പിന്നെ വിളിച്ച് പറയേണ്ടത്.
അവരതിലെന്ത് താല്പര്യം കാണിക്കുമെന്ന് ഞാൻ ഇരുന്ന സമയം മുതൽ എനിക്കറിയാവുന്നതാണല്ലോ. എന്ന് മാത്രമല്ല, അങ്ങനെ അങ്ങോട്ട് ചെയ്തു തുടങ്ങിക്കഴിയുമ്പോഴേക്ക് പിന്നെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഓഡിറ്റ് ചെയ്യുന്നത് പോലെ എല്ലാ അർത്ഥത്തിലും പൊളിറ്റിക്കലായും പിന്നെ കമ്മ്യൂണലായും ഒക്കെ ട്രോളാനും അത് ചെയ്യാനും ഇത് ചെയ്യാനും ഒക്കെയായി ഒരുപാട് ആളുകൾ 4 വശത്തുനിന്നും വന്ന് ചളുക്കോടെ ചളുക്ക് അതും കേൾക്കേണ്ടി വരും. അങ്ങനെ കേൾക്കുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് സന്തോഷപൂർവ്വം അങ്ങനെ ജീവിക്കുന്നതല്ലേ എന്ന ചോദ്യം ഓർത്തപ്പോൾ എൻ്റെ മുന്നിൽ വന്നത് ഈ മാഡമാണ്. എന്ന് വെച്ചാൽ ഒരു കോർപ്പറേഷൻ കൗൺസിലറായി ബോർഡ് വെച്ച് കളിക്കേണ്ടി വരുന്ന ഒരു മുൻ IPS ഉദ്യോഗസ്ഥ. കാലവും സാഹചര്യങ്ങളും എന്തെല്ലാം സംഗതികൾ ഒരുക്കി വച്ചിട്ടുണ്ടെങ്കിലും സ്വന്തം തലയിലെഴുത്ത് അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ പോലെ സമൂഹം മുഴുവനായി ട്രോളുകയും അപഹസിക്കുകയും രാഷ്ട്രീയമായി പരിഹസിക്കുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ഇരയാക്കി മാറ്റി ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം മാറ്റേണ്ടി വരുന്നതും ഒരു തലയിലെഴുത്താണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശൻ സത്യത്തിൽ സ്വന്തം തലയിലെഴുത്ത് പ്രകടിപ്പിക്കുന്നതിലൂടെ സ്വയം അപഹാസ്യനാകുന്നു എന്ന് പറയുന്നത് പോലെ മറ്റൊരു തരത്തിൽ കണ്ടാൽ മതി ഈ വിധിയുടെ അസാധുവും. ബോധപൂർവമല്ലെന്ന് വിശ്വസിക്കുമ്പോഴും അതിലൊരു വിധിയുണ്ടല്ലോ, ഒരു തീരുമാനം. അത് പറഞ്ഞു തന്നേ ഉള്ളൂ.